നിറയെ മൂട്ടിപ്പഴമുണ്ട്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് സന്ധ്യയായിപ്പോയി, അതുകൊണ്ട് കാര്യമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ പൊക്കത്തൊക്കെ എത്രയുണ്ടെന്ന് നോക്കിയേ. താഴെ കിടക്കുന്ന നോക്കിയേ, കുരങ്ങന്മാർ തിന്നിട്ടിട്ടേക്കുന്ന കിളിയും കുരങ്ങും ഒക്കെ. ഞങ്ങളുള്ളത് പ്ലാപ്പള്ളി കാട്ടിലാട്ടോ. പ്ലാപ്പള്ളി കാട്ടിൽ മൂട്ടിപ്പഴം പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മേ മൂട്ടിപ്പഴം. ഞങ്ങൾ മറ്റൊരു മൂട്ടിപ്പഴത്തിൻ്റെ മരം തേടി യാത്രയായി. ഇത്തവണത്തെ മൂട്ടിപ്പഴത്തിനൊന്നും നിറവില്ല, നേരത്തെ ഉള്ളതിനൊക്കെ ഭയങ്കര നിറവായിരുന്നു. ചോട്ടിൽ മേളൊക്കെ ഉണ്ട്. ആ വരുവാ. ഇത് ഈ ടൈപ്പ് കളറാണ് കേട്ടോ, മറ്റേ നേരത്തെ ചുമപ്പ്. ഓ വരുവാ. ഞാൻ പറിച്ചു വെച്ചാലും വിളി തിന്നുമല്ലോ. ഇഷ്ടം പോലെ ഉണ്ട് മരം. നല്ല പുളിയാട്ടോ. അതെ, രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞു. ഇത് നമ്മുടെ നാളെ അയക്കാനുള്ള കുടംപുളിയാട്ടോ. ഏകദേശം 60ഓളം പാക്കറ്റുകളുണ്ട്. എല്ലാം ഓരോ കിലോയുടെ പാക്കറ്റായിട്ടാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പല സംസ്ഥാനങ്ങളിൽ പല നാടുകളിലേക്ക് പോകുന്നതാണ്. നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് തൂക്കി വെച്ചു. ഇതായത് ഇത്രയും കൂടെ ഉള്ളു ഒട്ടിക്കാൻ. അണ്ണാണി കുഞ്ഞാവൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞാവ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നു, ഇല്ലെങ്കിൽ കുഞ്ഞാവുണ്ട്. എനിക്ക് ഒരുപാട് നേരം ഇരുന്നിട്ട് നടുവിന് വേദന. അപ്പോൾ ഇത് നാളെ അയക്കാനുള്ള മഞ്ഞൾപ്പൊടി, നമ്മുടെ കുരുമുളക്, പിന്നെ കുറച്ച് തേന്. പിന്നെ ഇതൊന്നും അല്ലാണ്ട് നാളെ വേറെ വലിയൊരു പണി കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നാളെ കുറച്ചേറെ വെളിച്ചെണ്ണയുടെ ഓർഡറുണ്ട്. അപ്പോൾ നമ്മുടെ കൊപ്ര ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ആട്ടിയെടുക്കണം വെളിച്ചെണ്ണയ്ക്ക്. കൊപ്ര ആട്ടാൻ പോകുമ്പോൾ നാളെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആട്ടി വേണം വെളിച്ചെണ്ണയായിട്ട് അത് പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ നേരത്തെ ആട്ടിയെടുത്തതൊക്കെ നമ്മൾ അയച്ചു. ഇതാണ് തനി നാടൻ പാക്കിങ്. എനിക്ക് നടുവിന് വേദന, ഇരുന്നിരുന്നിരുന്ന് എപ്പോൾ തുടങ്ങിയ പാക്കിങ് എന്നറിയാതെ. കാണുമ്പോൾ ഇത്രയുള്ള എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ അല്ല. അതുകൊണ്ട് വലിയൊരു പണിയായത് പാക്ക് ചെയ്ത് തൂക്കിയെടുത്ത് പാക്ക് ചെയ്ത് വരിക എന്നുള്ളത്. ഇനി ഇരുന്നിട്ട് അഡ്രസ്സ് എഴുതണം. എല്ലാ അഡ്രസ്സും എഴുതി, നമ്മൾ ടൈപ്പിംഗ് ഒന്നുമല്ല, എല്ലാം എഴുതുക കേട്ടോ. എഴുതി വയ്ക്കും. അപ്പോൾ ബാക്കി നാളെ ഇത് അടുക്കി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് അയക്കാനുള്ളത്. നേരമൊക്കെ വെളുത്ത് തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അണ്ണാണി മലപ്പുറത്ത് പോവുകയാണ്. ഇനി നേരപ്പുറത്തെ സമയമൊന്നുമില്ല. ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് പോയിട്ട് വെളിച്ചെണ്ണ ആക്കി അതുകൂടെ പാക്ക് ചെയ്ത് നമ്മൾ അയക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ളതോ നാട്ടിലുള്ളതോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും. അപ്പോൾ ടാറ്റാ. മണിയണ്ണൻ പിക്കപ്പൊക്കെ ഓടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓടും കട്ടളയെല്ലാം കിട്ടിയേ. ഒരു പൊളിച്ച വീടിൻ്റെ അത് ഇറക്കിക്കൊണ്ടിരിക്കുക. ഹൈ 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 ഹൈ. മണിയണ്ണ, ഞാൻ വീഡിയോ എടുക്കുമോ പതുക്കെ തള്ളാൻ? ആ എന്താ പറ്റി? ആ ജീപ്പില്ലെങ്ങും. തിരിച്ചും മറിച്ചും തള്ളുന്നുണ്ട്. ഇതേ ഇരിക്കുന്നു അച്ചാച്ചി. ആൾക്കാരെല്ലാം പറയുന്നത് അച്ചാച്ചി ക്ഷീണിച്ചു പോയി. ഇതേതാണ്ട് ഞാൻ കേട്ട മണിയണ്ണ, ഞാൻ മനഃപൂർവ്വം പട്ടിണിക്കിട്ട് ക്ഷീണിപ്പിച്ച പോലെയാ ആൾക്കാർ കമന്റ് ഇടുന്നത്. അച്ചാച്ചി ക്ഷീണിച്ചു പോയല്ലോ, അച്ചാച്ചിക്ക് എന്ത് പറ്റി, അച്ചാച്ചി വെറുതെ ഇരുന്ന്. അനിയന്റെ കൊച്ചു വന്ന് പേടിച്ച് കരഞ്ഞ്, ചെറിയ കൊച്ച് താടി കണ്ടിട്ട്. അച്ചാച്ചി താടി വെട്ടണമെന്നാണ് എല്ലാവരും പറയുന്നത്. ചിങ്ങമാസം 1-നോ? ആ അടിക്കാം. അപ്പം ഇതിന് മേൽക്കൂരയില്ല, പൈപ്പിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ മേൽക്കൂര അതെ. ആ പക്ഷെ ഈ ചെടിയുടെ സമയം ഒന്ന് വെട്ടി വിട്ടില്ലേല് അതിന് പൂവുണ്ടാവൂല.
അവിടുന്ന് കുറച്ച് പൈപ്പ് കിട്ടും, അതൊന്ന് ബെൽഡ് ചെയ്ത് വെച്ചാൽ മതി. അതെടുത്തില്ലല്ലേ? അത് അടുത്ത ട്രിപ്പിൽ ഇനിയുണ്ടോ ട്രിപ്പ്? പൈപ്പുണ്ട്. നമ്മുടെ ഇവിടെ പറമ്പിലും കിടപ്പുണ്ട്, അത് വെച്ചൊന്ന് ബെൽഡ് ചെയ്താൽ മതി. എന്നിട്ട് ഓടിന്റെ ആ കറക്റ്റ് സൈസിനെ ഓട്. അപ്പൊ ഈ കൊണ്ടുവന്ന ഓട് അമ്മ ചായയും കൊണ്ട് വരുന്നു. ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കുന്നു. കുഞ്ഞാ, നീ അച്ചാച്ചി അച്ചാച്ചി എന്ന് വിളിച്ച് കേട്ടിട്ടില്ലെന്ന്. അതെ, ഡാന്നാ വിളിക്കുന്നത്. ഡാ ഇങ്ങോട്ട് പാടാന്ന്. ചക്ക പഴുത്തോ? അമ്മ ഇനി എന്നും ചക്ക കാണിക്കുന്നില്ല. ആളുകളൊക്കെ അങ്ങനെ വിളിച്ചാൽ മതി, അതേന്ന് വിളിച്ചാൽ മതി. ഒന്ന് നിന്നേന്ന്. പിന്നെ ചക്ക പഴുത്ത് ഇനി ചക്ക കാണിക്കുന്നില്ല. ആളുകളെ നമ്മൾ മാനസികമായിട്ട് പ്രവാസികളെ തളർത്തുന്നു എന്നാണ് പറയുന്നത്. കുറയ്ക്കുന്ന കേട്ടോ. എവിടാ പൊത്തിക്കിടന്ന് കുറയ്ക്കുവോ? ആരാത്? ബോ ബോ ബോ. ഹലോ. പേടിപ്പിക്കുന്ന ആരെയാ? രാത്രി ഞങ്ങൾ വന്നതിൻ്റെ ഒച്ച കേട്ടോണ്ട് കുറയ്ക്കുക. ബോ ബോ. കുറച്ച് പേടിപ്പിക്കുക. ആ പെണ്ണാ ചെക്കനാ? വെള്ളയാണ് എപ്പോഴും കൊര. ചെക്കനാ? ആരാടാ നീ? അവനാ വീടിക്കാൻ നോക്കും ഞാൻ. ആരാടാ നീ? ആരാ? ബോ ബോ. നിന്റെ പിള്ളേരാ. അയ്യടാ, ഇനി വന്ന് എന്നിട്ട് മമ്മി മൂത്രമൊഴിക്കാൻ വേണ്ടി വന്നു. മറ്റാ ഇവന് ദേശീയക്കാരൻ. ഇവനാ കൊരയൻ. ഇങ്ങോട്ട് വാ. മൂത്രം പോകുന്നു തന്നെ. മുള്ളാൻ വന്ന അതിനെ വിടറ. എന്തുവാ? അയ്യോ, പേടിച്ച് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. അയ്യോ, മറ്റേ പോയി പേടിപ്പിക്കുക. പിന്നെ കൈ വെച്ച് കൊടുത്ത് പിന്നെ കടിക്കുമോന്നറിയാലോ. ഹലോ. ആ തന്തപ്പട്ടീനെ പോലെ തന്നെയുണ്ട് കേട്ടോ വെള്ള. ആ എന്നാണ് പേടി തള്ളേൻ്റെ എല്ലാ പേടിയും കിട്ടിയിട്ടുണ്ട്. ആ, ഒരു തന്തയുടെ പേടിയില്ലായ്മ കിട്ടിയിരിക്കുന്ന വെള്ളയ്ക്ക. വാ, ആറാ വെക്കുക അവിടെ. എന്താ ചെറുക്ക വടി പോലെ ഞാനിവിടെ ഉണ്ടായിട്ട് വേറൊരുത്തനെ നീ വളച്ചില്ലേ തള്ളേന്ന്. ബാ, ആറത് അത്ര ചോദിച്ചാൽ മതി. ഇപ്പോൾ കൊല തുടങ്ങും. എന്താ ആ കയറങ്ങ് മാറ്റണം കുഞ്ഞ്, അതിൽ കുരുങ്ങുന്നുണ്ട്. ഇതല്ല മറ്റേ എല്ലാം മൂപ്പിക്കുന്നുണ്ട്. അതിന് ദേഷ്യം മാറിയിട്ടില്ല ഇതുവരെ. ആ ഇത് തന്നെ. അറിയാടാ നീ പേടിപ്പിക്കുന്നത്. കയറങ്ങ് മാറ്റേ. ഇങ്ങോട്ട് വയ്ക്ക്. എടാ നീ ആരെയും പേടിപ്പിക്കുന്നതെന്ന്. മണ്ണി കിടന്ന് ചെളിയായി. നല്ല നിറം ഉണ്ടായിരുന്നു ചെക്കനെ. നീ ആരെയാടാ നീ പേടിപ്പിക്കുന്നത്? പോടാ അവൻ്റെ ഗൗരവം പോയടാ. നീ ആരെയാടാ നീ പേടിപ്പിക്കുന്നത്? ചോദിക്കുന്നത് എന്തോ? ഇതിപ്പോ നിനക്കിപ്പോ എന്താ കുഴിയിൽ ഇറങ്ങി കിടക്കാൻ വയ്യ? എന്നിടത്ത് പൊക്കത്ത് വെച്ചോടൂ. ഞാൻ എന്നാ മേളിലെടുത്ത് വെച്ചോട്. അവക്ക് മടുത്തു കാണും. ഹലോ പപ്സ്.